ഹായ് നമസ്കാരം. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയമാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. രേണു കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന്റെ റീല് പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇവർ എയറിലാണ് ശരിക്കും പറഞ്ഞാൽ. രേണു മോശമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മൂത്ത മകനെ ഉപേക്ഷിച്ചു, അതിനുശേഷം അവര് അടിച്ചുപൊളി ലൈഫിലേക്ക് മാറിയിരിക്കുന്നു, അവർക്ക് നല്ലൊരു ഡ്രസ് ഇടാൻ കഴിയുന്നില്ല, അവർക്ക് നല്ല രീതിയിലൊന്ന് ചിരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേ കമന്റുകളുമായിട്ട് ഒരുപാട് ആളുകൾ വരികയാണ്. കൊല്ലം സുധിയുടെ മരണശേഷം ആഘോഷിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം അവർക്കൊരു വീടില്ല, അല്ലെങ്കിൽ കൊല്ലം സുധി തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് സ്വന്തമായൊരു വീടില്ലാത്തതിന്റെ കാര്യമൊക്കെ. അപ്പോ അത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾക്കും വേണ്ടി ഒരു ഗ്രൂപ്പ് മുന്നോട്ട് വരികയും അവർ ആ വീട് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്യും. അപ്പൊ അതിനകത്തൊരു ഉടമ്പടിയുണ്ട്. അതായത് ഈ വീടിന് അവകാശികൾ പേര് മാത്രമായിരിക്കും. അതായത് കൊല്ലം സുധിയുടെ 2 മക്കൾ മാത്രമായിരിക്കും അവകാശികൾ എന്നാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥലവും വീടും 15 വർഷക്കാലത്തേക്ക് ക്രയവിക്രയം ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു എഗ്രിമെന്റും ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും സുധിയുടെ ഭാര്യ ചിലപ്പോൾ ആ മൂത്ത മോനെ ഇറക്കി വിട്ടതായിരിക്കില്ല. അതിനും അവര് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ കൊല്ലത്ത് നിന്ന് പഠിക്കുകയാണ്, അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്താണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഈ വീടോ സ്ഥലവോ കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാകുന്നില്ല. അവർക്ക് ജീവിക്കാൻ ഒരു വരുമാനം വേണ്ടേ, അവർക്കൊരു ജോലി വേണ്ടേ? ഇതൊന്നും ആരും കൊടുത്തില്ലല്ലോ. അപ്പോ അവരൊരു നാടകത്തിലേക്ക് തിരിഞ്ഞു. അവരൊരു കലാകാരി ആയതുകൊണ്ടാകാം നാടകത്തിലേക്ക് തിരികെയും നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സിനിമയെക്കായും അല്ലെങ്കിൽ എന്തിനേക്കായും കൂടുതൽ കലാകാരികൾ എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കലയെന്ന് പറഞ്ഞാൽ നാടകം തന്നെയാണ്. ലൈവായിട്ട് 2-3 മണിക്കൂർ തട്ടിൽ അവർ കാണിക്കുന്ന അഭിനയമാണ് ശരിക്കും റിയലായിട്ടുള്ള അഭിനയം. അതാണ് കല. ആ ഒരു കലയിലേക്കാണ് ഈ രേണു തിരിഞ്ഞത്. അപ്പോൾ അത് അവരുടെ ഒരു വരുമാന മാർഗമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതോ ഒരു റീല്, അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആളുകൾക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്. റീലിലേക്ക് അഭിനയിച്ചു. റീലിൽ ഒരു മോശമായ രീതിയിലാണ് അവർ അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞാണ്. ഇതിൽ മോശമായ എത്രയോ കാര്യങ്ങളാണ് ഓരോ ദിവസവും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് ആർക്കും ഒരു പ്രത്യേകത തോന്നുന്നില്ല. പക്ഷെ രേണു ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയ രീതിയിലൊരു പ്രത്യേകത തോന്നുകയും അവരെ മോശപ്പെട്ട കമന്റുകളിലൂടെ അപമാനിക്കുകയും ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ ഭർത്താവ് മരിച്ചു, അവരൊരു ചെറുപ്പക്കാരിയാണ്. മരിച്ചതിന് ശേഷം ഇപ്പോൾ 1-2 വർഷമാവാൻ പോകുന്നു. അവരിൽ ജീവിതകാലം മുഴുവനും ശരിക്കും പറഞ്ഞാൽ അയാളെ ഓർത്തുകൊണ്ട് ജീവിതം നീറി ജീവിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. അവർക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മ വേണം, തീർച്ചയായും വേണം, അത് എപ്പോഴും ഉണ്ടാകും. പക്ഷെ അങ്ങനെ നീറി ജീവിച്ചാൽ ജീവിതം മുന്നോട്ട് പോകില്ല. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാലത്ത് സാമ്പത്തിക അടിത്തറ കൂടിയേ തീരും. അപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി അവരെ കൊണ്ടാകുന്ന രീതിയിൽ ജോലി എടുക്കുക, അത് ചെയ്യാൻ അവരെ അനുവദിക്കണം. ഇനി അവർക്ക് അവർക്ക് അവരുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണമെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകണമെന്നോ അവർക്കറിയാം. അതൊരാളുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അതിലേക്ക് മൂന്നാമത് ഒരാൾ ഇടപെടാൻ പാടുള്ളതല്ല. പക്ഷെ രേണുവിന്റെ ഓരോ വീഡിയോകൾക്കും ഇടയിൽ ഇതുപോലെ മാരകമായ കമന്റുകളാണ് പലരും രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഞാനിത് രേണുവിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഒന്നും അല്ല. കാരണം കൊല്ലം സുധിയെ എനിക്കറിയാം. കൊല്ലം സുധി ഒന്നല്ല, രണ്ടല്ല, മൂന്നാമത്തെ ഭാര്യയാണ് ഈ പറയുന്ന രേണു എന്നും എനിക്കറിയാം. ആദ്യവും കല്യാണം കഴിച്ച പെൺകുട്ടി, അതിലുണ്ടായ ഒരു കുട്ടിയാണ് രാഹുല്. അതിനുശേഷം കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു.
പിന്നെ അതിനുശേഷമാണ് രേണുവുമായി വിവാഹമൊക്കെ കഴിയുന്നതും. ഞാനുമായിട്ടൊക്കെ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. നേരത്തെയൊക്കെ പല മീഡിയ വണ്ണിന് വേണ്ടിയൊക്കെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ ശരിയാക്കി നൽകിയതും ഒക്കെയാണ്. അങ്ങനെയൊക്കെ നമ്മളായിട്ട് നല്ല രീതിയിൽ സഹകരണമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് സുധിയെ എനിക്കറിയാം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ആ ഒരു കുടുംബം അയാളുടെ മരണശേഷം അവര് നല്ല വേദനയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചിലപ്പോ അതൊക്കെ ഒന്ന് മാറി അവരുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതായിരിക്കാം. എന്ത് തന്നെ ആയാലും അവരെ ഇങ്ങനെ വേട്ടയാടേണ്ട കാര്യം സോഷ്യൽ മീഡിയക്ക് ഇല്ല. അവരവരുടെ ജീവിതം, ഓരോരുത്തരും അവരുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെ മുന്നോട്ട് പോവുക. രേണു ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളൊന്നുമല്ല. കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ വഴിക്ക് ജീവിക്കാൻ അനുവദിക്കുക, അതാണ് പറയാനുള്ളത്. കൂടുതൽ അല്ലാതെ ഇവരെ ഇങ്ങനെ പൊലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോകള് വാർത്തകള് ഇങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കമന്റ് എഴുതുന്നവരാരും അവർക്ക് കൊണ്ടുവന്ന് ജീവിക്കാൻ പൈസ കൊടുക്കുന്നില്ല. അപ്പൊ